ഹലോ. പള്ളി മാണിയെ കൊണ്ട് ഏഷ്യാനെറ്റ് ഒരു കാര്യം പറയിച്ചിട്ടുണ്ട്. ആക്ച്വലി അതൊരു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വേസ്റ്റ് പരിപാടിയായി പോയി എന്നേ ഉള്ളൂ. ഇതിൽ ഞാൻ ലൈവിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് പേളി മാണിയോട് പറയാനാണ്. അറിയില്ല കുട്ടിയിലേക്ക് ഇത് എത്തുമെന്ന്. ഞങ്ങളൊക്കെ നിൻ്റെ ആരാധകരാണ്. സ്പെഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേളി മാണി ആൻഡ് അവരുടെ ഷോയിൽ എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് വന്ന ഉടനെ തന്നെ കാണുക എന്നുള്ളൊരു വാശി പോലെയാണ്. അത്രത്തോളം ഇഷ്ടമാണ്. ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകാനും ചാൻസ് ഉണ്ട്. കാരണം അതിൻ്റെ വ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പോളി മണി സൂപ്പറാണ്, ഒന്നും പറയാനില്ല. ആക്ച്വലി ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു, ഒരു പ്രഗ്നൻസി ടൈമിലുള്ള ഒരു ഡാൻസ്. അതൊക്കെ അതിനെപ്പോലും നമുക്ക് സാധാരണ ഞാൻ അതൊക്കെ എടുത്ത് വെച്ച് ഭയങ്കരമായിട്ട് വിമർശിക്കേണ്ടതാണ്. പക്ഷെ അതൊന്നും പറയാതെ അങ്ങനെ തോന്നിയിട്ടില്ല. അത്ര ക്യൂട്ടാണ്. ഐ മീൻ അത്രയ്ക്ക് അക്സെപ്റ്റൻസ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറാണ് പേളി മാണി. പേളി മാണി പറയുന്നതിനൊക്കെ ഒരു വിശ്വാസ്യതയും ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, പൊതുസമൂഹത്തിലൊരു വാല്യൂ ഉള്ള വ്യക്തിയാണ് പേളി മാണി. ആ വാല്യൂ ഇല്ലാതാക്കരുത് ദയവ് ചെയ്തിട്ട്. ഈ പന്ന ഷോയ്ക്ക് സപ്പോർട്ടും കൊണ്ട് ഇറങ്ങരുത്. ഇന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഇതിനകത്ത് ജെന്യൂനിറ്റി ഉണ്ടെന്നും ഇത് ഭയങ്കര സംഭവമാണെന്നും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്നും ഒക്കെയുള്ള കള്ളത്തരങ്ങൾ എഴുന്നള്ളിക്കരുത്. എഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സപ്പോർട്ട്, നിങ്ങൾക്കുള്ള സപ്പോർട്ട് കൂടെ ഞങ്ങൾക്ക് പിൻവലിക്കേണ്ടി വരും. അത് മറ്റൊന്നും കൊണ്ടല്ല. സ്പെഷ്യലി എനിക്കത് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്, പേളി മാണി പറഞ്ഞത്. വളരെ ടഫ് ആയിട്ടുള്ള ഒരു ഷോ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇത്ര നാൾ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഷോയിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പുറത്തു നിന്ന് കാണുന്ന പോലെയല്ല ഈ ഷോ. അപ്പം വി റെസ്പെക്ട് ഈച്ച് ആൻഡ് എവറി കണ്ടസ്റ്റന്റ് ഓവർ ദെയർ. ബിക്കോസ് ഇതിൽ പോകാൻ കാണിച്ച ആ ഒരു ധൈര്യം, പിന്നെ ഈ ഷോയിൽ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ആ പിടിച്ചു നിൽക്കുന്ന ആ ധൈര്യം, ഇത് ഈസി അല്ല. സോ എന്താ പറയാ, ചിലപ്പോൾ നിങ്ങൾക്ക് ടൗൺ ആയിട്ട് ഫീൽ ചെയ്യും അല്ലെ, ചിലപ്പോൾ ഭയങ്കര സങ്കടം വരും, ചിലപ്പോൾ സന്തോഷം വരും. അതെ അതെ ശ്രീനി. ഓക്കെ, അപ്പൊ തെറാപ്പി ആയിട്ട് ഞങ്ങളുടെ ബാബു, ഞങ്ങളുടെ കുഞ്ഞു ബാബിയാണ്. നിങ്ങൾ അവിടെ ഓടി കളിച്ചോണ്ടിരിക്കുക, അവിടെ ഇവിടെ വെച്ചാൽ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഞങ്ങൾക്കുള്ള മെസ്സേജ് ഇതാണ്, ലാലേട്ട സൂപ്പർ ആയിട്ട് പോകുന്ന ഷോ. ഓൾ ദ കണ്ടസ്റ്റൻസ്, യു ഗൈസ് ആർ ഡൂയിങ് ആൻ എന്റർടൈനിങ് ജോബ്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. I just want to wish each and every one of you all the very best. And one more thing, Big Boss ഫസ്റ്റ് സീസണിലൂടെ ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾക്ക് കിട്ടിയ രണ്ടുപേരാണ്. ലൈഫ് മാറ്റി മറിച്ച രണ്ടുപേരാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ കയറുമ്പോൾ വാട്ട് ഇസ് യുവർ നെയിം എന്ന് ചോദിച്ചു. ഇപ്പൊ ഞങ്ങൾ കുട്ടികൾക്ക് പേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര തന്നെ ഗെയിമാന്ന് പറഞ്ഞാലും, നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക എന്ന് പറഞ്ഞാലും, പലരും പറയുന്നത് ഞാനായിട്ടായിരിക്കുന്നത്, ഞാൻ അതിലുപരി നിങ്ങളുടെ ബെസ്റ്റ് വേർഷനായിട്ട് നിങ്ങൾ ഈ ഷോയിൽ നിൽക്കുക. നിങ്ങളായിട്ടിരിക്കുക എന്നുള്ളതിലുപരി നിങ്ങൾ പോലും കാണാത്ത നിങ്ങളുടെ അകത്തുള്ള ഒരു ബെസ്റ്റ് വേർഷൻ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനെയാണ് നിങ്ങൾ ഷോയിൽ കാണിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഹോപ്പ്ഫുള്ളി ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അതൊരു സ്പാർക്ക്, ഒരു മെസ്സേജ് ആണെങ്കിൽ ഐ ഹോപ്പ് ഇറ്റ് ഹിറ്റ്സ് ദ റൈറ്റ് പേഴ്സൺ. അപ്പൊ ശ്രീനിക്ക് എന്താ പറയാനുള്ളത്? ഒരു ആശംസയായിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്കതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവരെ കൊണ്ട് ഇത് ചെയ്യിച്ചത് തീർച്ചയായിട്ടും മറ്റൊരു മെസ്സേജ് കൊടുക്കാനാണ്. ഗബ്രി ജാസ്മിൻ പ്രണയത്തിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത്, അല്ലെങ്കിൽ ഇവരുടെ തന്നെ പ്രണയം പോലെ ആക്കിയെടുക്കാനാണ് ഒരു ശ്രമം നടത്തുന്നത്. ഈ സ്ട്രാറ്റജി എത്ര നാൾ കൊണ്ട് നടക്കും? ഞങ്ങൾക്കതിൽ പ്രണയം തോന്നുന്നില്ല. ഞങ്ങൾക്കതിൽ തോന്നുന്നത് കാമമാണ്. കാമം മാത്രമാണ്, ഒരു പെണ്ണിൻ്റെ ലസ്റ്റ്. അതിനപ്പുറം അതിനകത്തൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു പെൺകുട്ടിക്ക് ഏറ്റവും പ്രിഷ്യസ് ആയിട്ട് അവൾ വിചാരിക്കുന്ന ഒരു കാര്യം വിവാഹമാണ്. ഒരു തവണ വിവാഹം ഫ്ലോപ്പായി, അതായത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് കുറേ നാൾ ഇരുന്ന ശേഷം അത് ഫ്ലോപ്പായി പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ പേഴ്സൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ആ പേഴ്സണിനോട് ഇവൾക്ക് ടൈപ്പായി പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് അത് ഫ്ലോപ്പായിപ്പോയി, അംഗീകരിക്കാം. അതേ സമയത്ത് അയാളുമായി എൻഗേജ് ആയിരിക്കുന്ന സമയത്തിന് മറ്റൊരാളുമായി സ്നേഹത്തിലാവുകയും ആ ആളുമായും എൻഗേജ്മെൻ്റ് ആവുകയും ആ എൻഗേജ്മെൻറ്റ് നിലനിൽക്കെ തന്നെ ബിഗ് ബോസിലേക്ക് വരികയും അവിടെ വെച്ച് മറ്റൊരു പുരുഷനുമായിട്ട് വീണ്ടും ആവുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് തരം സ്വഭാവമാണ് ആ പെൺകുട്ടി മെസ്സേജായിട്ട് കൊടുക്കുന്നത്? അങ്ങനെയായിരുന്നു പേളി. ഇപ്പോൾ പേളി ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പേളി മാണിക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന് പറയേണ്ടി വരും. അങ്ങനെയായിരുന്നു പേളി, അങ്ങനെയല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ടാലി ചെയ്യുന്നത്? പ്രണയം എന്ന് പറയുന്ന ഒരാളുടെ സ്വകാര്യത തന്നെയാണ്, ഒരു പേഴ്സണൽ ഇഷ്യൂ തന്നെയാണ്. അത് ഞാൻ
മറ്റതായിട്ട് വൽക്കരിക്കുന്നില്ല. പക്ഷെ ആ ഷോയിൽ ഇത്രയും ദിവസം ഈ 50 ദിവസവും ഹൈലൈറ്റ് ചെയ്ത് ഞങ്ങൾ കണ്ടത് അവരുടെ കാമക്കളികളാണ്. കാണിച്ചു തരാമോ, ഞാനൊന്ന് കണ്ടോട്ടെ, നിന്റെ ഇത് കാണുന്നുണ്ട്, ക്യാമറ നിന്റെ സുന കാണുന്നുണ്ട്. ഇതൊന്നും തന്നെ ഒരു സൗഹൃദത്തിനിടയിൽ പോലും ഇത്രയും വൾഗാരിറ്റി സംസാരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ പറയുമ്പോൾ 80s 90s മാമിമാരെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഒതുക്കാനും പറയാനും വസന്തങ്ങളെന്ന് പറയാനും കുറേ എണ്ണം ഉണ്ടാകും. ഇതിനെ പുരോഗമനവാദം എന്ന് പറയത്തില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്ന പുരോഗമനവാദം നിശ്ചയമായും നിർബന്ധമായും നിർത്തിവെക്കേണ്ട ഒരു സാധനമാണ്. ഇങ്ങനെയല്ല പുരോഗമനം കൊണ്ടുവരിക. സൊസൈറ്റിയിൽ ഫ്രീ സെക്സിനാണ് കുറച്ച് അക്സെപ്റ്റൻസ് കൊടുക്കുന്നത് ഈ പുരോഗമനവാദികൾ. ഇതല്ല പുരോഗമനവാദം. ഈക്വാലിസം കൊണ്ടുവരിക എന്നുള്ളതാണ്. ആണിനും പെണ്ണിനും തുല്യത ഉണ്ടായിരിക്കണം. ഈ കുടുംബങ്ങളിൽ പോലും എല്ലാ ഇടങ്ങളിലും ഒരാൾ വലുത് ഒരാൾ ചെറുതെന്നൊരു ടേം അത് മാറി വരണം. അതിന് ഈക്വാലിസം എന്ന് പറയും. അതേപോലെ ഒരു ഡോക്ടർ പെണ്ണാണെങ്കിൽ ഒരു ഡോക്ടർ ആണാണെങ്കിൽ രണ്ടുപേർക്കും കൊടുക്കുന്ന വേതനത്തിൽ വ്യത്യാസങ്ങളുണ്ട്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്? അതൊക്കെ മാറണം. സ്ത്രീകൾക്ക് വേണ്ടത് സുരക്ഷിതത്വവും അതേപോലെ തന്നെ സ്വയം പര്യാപ്തതയാണ് വേണ്ടത്. അവളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിനെയാണ് നമ്മൾ കാണേണ്ടത്. റെസ്പെക്റ്റിംഗ് മാൻസ് അടിമത്തം എന്നല്ല പറയുന്നത്. അവൾ പറയണ എന്തിനെ അംഗീകരിക്കുക എന്നല്ല, റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. ആണുങ്ങൾക്ക് എന്ത് കിട്ടുന്നോ അത് അതേപോലെ തന്നെ ഈക്വലായി പെൺകുട്ടികൾക്കും കിട്ടണം. ഇതൊക്കെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന തത്വം. അത് ആണുങ്ങൾ തുണിയില്ലാതെ നടക്കുന്നതിനാണോ അവർ പുരോഗമനവാദം എന്ന് പറയുക? അല്ലെങ്കിൽ ഇതുപോലെ ഫ്രീ സെക്സിനെയാണോ അക്സെപ്റ്റ് ചെയ്യുന്നത്? അതോ ആൺകുട്ടികൾ ഒന്ന് പ്രണയിച്ചു തേച്ചിട്ട് പോകുന്നു അതേപോലെ പെൺകുട്ടികൾക്കും ചെയ്യാൻ കഴിയുന്നതിനാണോ പുരോഗമനവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൊസൈറ്റി ഡെവലപ്പ് ആകുന്നു, സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്നു, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഇന്നും സ്ത്രീകളെ കൺസേൺ ചെയ്യുന്നത് അത്യാവശ്യം ഒതുക്കം വേണമെന്നുള്ളതാണ്. വടക്കം ഒതുക്കം എന്ന് പറയുമ്പോൾ അടിമ എന്നല്ല. ഒരു സാധാരണ കുടുംബക്കാർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു സാധാരണ കുടുംബം പ്രതീക്ഷിക്കുന്ന ഒരു അച്ചടക്കം അത് ആ പെൺകുട്ടിക്ക് തീർത്തില്ല. അത് റിവീൽ ചെയ്യാനും ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനും വേണ്ടി മാത്രമാണ് ഏഷ്യാനെറ്റ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും അപലപനീയമായ ഒരു സംഭവങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത്. അതിന് കൂട്ടുപിടിക്കുന്ന ഒരു വൃത്തികെട്ട ഷോയുടെ ആങ്കറായിട്ട് വൃത്തികേടിൽ നിന്ന് വൃത്തികേട് മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ഒരു വൃത്തികെട്ട ടേം മോഹൻലാൽ പോലും കൈപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ പേളിയും കൂടെ വന്ന് കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ പേളിക്കും ഇതേ അനുഭവം തന്നെ ഉണ്ടാവും. അല്ലാതെ പേളിയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം പേളി പറയണ ഈ വൃത്തിയോട് ഞങ്ങൾ അംഗീകരിക്കണമെന്നല്ല. ഷോ ബെസ്റ്റ് എന്ന് പറഞ്ഞെടുത്ത് തന്നെ താങ്കൾ തീർന്നു. ഇത് ബെസ്റ്റും അല്ല, ഒരു തേങ്ങയുമല്ല. നിരന്തരമായി അതായത് നമ്മൾക്ക് നമ്മളുടെ ഡാറ്റ നഷ്ടപ്പെടുന്നു, സമയം നഷ്ടപ്പെടുന്നു. നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു ഷോയാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മെസ്സേജസ് ഒരുപാട് വരും. ശ്രീരേഖയും സിബിനും നടത്തിയ ഒരു ഷോ, ഒരു ചെറിയ സ്കിറ്റ്, അതിനകത്ത് കൃത്യമായി ആളുകളിലേക്ക് ഒരു മെസ്സേജ് എത്തിയിരുന്നു. കുറച്ച് ഓവറായിട്ടാണെങ്കിലും ശ്രീരേഖ പറഞ്ഞ ഒരു കാര്യം അക്സെപ്റ്റൻസ് ഉള്ള ഒരു കാര്യമാണ്. അവയവദാനം അതൊരു അതിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളാണ് ഞങ്ങൾ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് കുടുംബ പ്രേക്ഷകർ കാണാൻ പാടില്ല എന്ന ടേമിലേക്ക് ഈ ഷോയെ കൊണ്ടെത്തിച്ച് അതപ്പതിച്ച ഒരു ഷോയ്ക്ക് ഇങ്ങനെ ഒരു വക്താവായി വന്ന് നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. പേളിമണി ചെയ്തതിനോട് എനിക്ക് എൻ്റെ ഒബ്ജക്ഷനാണ് ഞാൻ പറഞ്ഞത്. തീർത്തും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ഇഷ്ടത്തോടു കൂടി കാണുന്ന ഒരു ഇൻഫ്ലുവൻസറാണ് പേളിമണി. ഈ ഷോ തന്നെ ഒരു വേസ്റ്റാണ്. പിന്നെ അതിനകത്തൊരു പ്രമോഷൻ കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. മേ ബി അവരോട് എന്തെങ്കിലും താങ്ക്സ് ഗിവിങ് ഉണ്ടെങ്കിലും ജസ്റ്റ് റിയലൈസ്, നിനക്ക് കിട്ടേണ്ട കപ്പ് നിനക്ക് നിഷേധിച്ചുകൊണ്ട് നിന്നോട് കാണിച്ച ഈ വൃത്തികേടിനെ ഇങ്ങനെയാണോ ടേം ചെയ്യേണ്ടത്? അറ്റ്ലീസ്റ്റ് സിബിനെയെങ്കിലും കണ്ടുപിടിക്കുക. പറയാത്ത പല കാര്യങ്ങൾ അവൻ പൊതുസമൂഹത്തിന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും ബാക്ക് വർക്ക് ഉണ്ടെങ്കിലും അവന് ഒരു എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ എഗ്രിമെൻ്റ് ഒക്കെ കഴിഞ്ഞ ഡേറ്റ് ആയില്ലേ? പിന്നെ എന്തുകൊണ്ടിട്ടാണ് ഈ സപ്പോർട്ടും കൊണ്ട് നിൽക്കുന്നത്? സത്യത്തിൽ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ പുറം ലോകത്തേക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം കീപ്പ് ചെയ്യേണ്ടത്, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടം, സത്യസന്ധമായ ചില കാര്യങ്ങൾ ഓപ്പണായി കാര്യങ്ങളായിട്ട് പറയും. സത്യസന്ധത അതൊരു വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഒരു ഇൻഫ്ലുവൻസറിന്. അത്രയും ടോപ്പ് ഇതിൽ നിൽക്കുന്ന നിങ്ങൾക്ക് സത്യസന്ധമായി ഇതിനകത്തുള്ള കാര്യം പറഞ്ഞൂടെ? റോബിൻ പുറത്തു വന്നതല്ലേ പറഞ്ഞത്? അത് എഡിറ്റഡ് ആണ്. ശരിയാണ്, അയാൾ പറഞ്ഞത് അയാൾ ചെയ്തതിനെയൊക്കെ എഡിറ്റ് ചെയ്ത് അയാളൊരു ക്രൂവൽ പേഴ്സണാലിറ്റി ആക്കി പുറത്തേക്ക് കാണിക്കുകയാണ് ചെയ്തത്. അത് വെരി റോങ് തിങ് ആണ്. ഇത് അങ്ങനെ തന്നെയാണ് അവിടെ നടക്കുന്നത്. 24 hours ഈ പറയുന്ന ജാസ്മിൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെയാണ്. പക്ഷെ നമ്മളെ കാണിക്കുന്നത് എന്താണ്? 24/7 ഓൾവേസ് നമ്മളെ കാണിക്കുന്നത് അവരെയാണ്. അത് പക്ഷെ എഡിറ്റഡ് ആയിരിക്കാൻ ചാൻസ് ഉണ്ടാവത്തില്ലേ? പക്ഷെ ആ പെൺകുട്ടി പുറത്തു വന്നത് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ചാൻസ് ഉണ്ടായിട്ട് പോലും അതിൻ്റെ എല്ലാ രീതിയിലുള്ള വൾഗാരിറ്റിയും ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ നിൽക്കുകയാണ് ഈ ഷോ. അതെന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല, കാണുന്നില്ല? പകരം ഇതിന് ബ്ലെസ്സിങ് ആയിട്ട് കൊടുക്കുന്നു. ഭയങ്കര സാധനമായിട്ട് തോന്നി
എനിക്ക് തോന്നിയില്ല കേട്ടോ. എൻ്റെ ഒബ്ജക്ഷനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സന്തോഷം, നിങ്ങൾക്ക് അടുത്തൊരു കുഞ്ഞുണ്ടായി, എല്ലാം കൊണ്ടും ഹാപ്പി, സന്തോഷം, സൂപ്പറാണ്, നിങ്ങൾ തർക്കമേ ഇല്ല. നല്ല ലൈഫ്, നല്ല പേഴ്സ്, നിങ്ങൾ തമ്മിൽ അതായത് ഒരു റോൾ മോഡൽസ് തന്നെയാണ് നിങ്ങൾ. പക്ഷേ ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ പ്രണയം എപ്പോഴും തുടങ്ങി? നിങ്ങൾ കണ്ടുടഞ്ഞ് പ്രണയിച്ചോ? സമയമെടുത്തു. അതല്ലേ നമ്മുടെ ജീവിത പങ്കാളിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സമയം കൊടുക്കണം. ആൻഡ് കണ്ട ഉടനെ തന്നെ ഒരു സൗഹൃദം പോലും നമ്മൾ അങ്ങനെ പെട്ടെന്ന് പിടിക്കുമോ? ഒരിക്കലുമില്ല. അങ്ങനെയൊക്കെ സഡൻ ആയിട്ട് ഒരാളോട് സൗഹൃദവും പ്രണയവും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിലയ്ക്കില്ല. അത് അപ്പം തന്നെ സ്പോയിലായി നശിച്ചു പോകും. സോ നമ്മുടെ ടാർഗറ്റ് എന്തായിരുന്നു? ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്നിലുണ്ട്, എൻ്റെ പ്രത്യേകത ഇതാണ്, എൻ്റെ സ്പെഷ്യാലിറ്റി ഇതാണ്, പൊതുസമൂഹത്തിന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇതാണ്. സോ ഇതൊക്കെ നമ്മളൊന്ന് പറയുന്നതിനോടൊപ്പം പൊതുസമൂഹത്തിലേക്ക് ഒരു പെൺകുട്ടി എങ്ങനെയൊക്കെ ഇവിടം വരെ എത്തി, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു മെസ്സേജും കൂടെ കൊടുക്കണം. പ്രത്യേകിച്ച് ജാസ്മിനെ പോലെയുള്ള പെൺകുട്ടികൾ ഈ സോഷ്യൽ മീഡിയയിലെ പുതിയ കുട്ടികളുടെ, അതായത് ഇപ്പോഴുള്ള ജനറേഷൻ്റെ ഒരു അക്സെപ്റ്റൻസ് ഒക്കെ ഒരുപാട് കിട്ടിയ ഒരു പെൺകുട്ടിയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടി കാണുന്നുണ്ട്. അത് മാത്രമല്ല, ഈ അവരുടെ മതസമൂഹത്തിലൊരു സ്പെഷ്യാലിറ്റി എന്തെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ വളരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ രീതിക്ക് കുറച്ചുകൂടെ ആക്കം കൂട്ടി കൊടുക്കുകയാണ് ജാസ്മിനെ പോലുള്ളവർ ചെയ്യുന്നത്. പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചാൽ ഇതാകും എന്ന ഒരു മെസ്സേജാണ് അവൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കതിൻ്റെ ഡെപ്ത് അറിയില്ല, അതുകൊണ്ടായിരിക്കാം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ രീതിയിൽ ജാസ്മിനെ പുറം ലോകത്തേക്ക് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ ആ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഇസ്ലാം മതവിഭാഗത്തിലുള്ള പെൺകുട്ടികൾ ഇതേപോലെ കുറച്ചുകൂടെ മുൻപോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ നിന്നല്ല, ജോലിക്ക് പോകാനും സമത്വം ഉണ്ടാക്കാനും സ്വയം പര്യാപ്തയാകാനും തയ്യാറായി നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു വലിയ തടയാണ് ഈ പെൺകുട്ടി കാണിക്കുന്ന ഈ വൃത്തികേടെല്ലാം തന്നെ. നീ സോഷ്യൽ മീഡിയയിൽ പോയാൽ ഇതാകും, ഇങ്ങനെയായിരിക്കും നാട്ടുകാർ പറയുക. പ്രത്യേകിച്ച് തന്നെ ഇത് തന്നെയാണ് അവർ പറയുക. ഓൾമോസ്റ്റ് എക്സ് മുസ്ലിം ആയിട്ട് ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെ നശിപ്പിക്കുക, അവളുടെ ജീവിതം നശിപ്പിച്ചിട്ട് അവൾ സൂയിസൈഡ് ചെയ്യുന്നിടം വരെ അവളെ കൊണ്ടെത്തിക്കും. അവൾ സൂയിസൈഡ് ചെയ്യുമ്പോൾ പറയും അതാണ് മതം വിട്ടു പോയാൽ അവൾ സൂയിസൈഡ് ചെയ്യും. എങ്ങനെ അവൾ അതിലേക്ക് എത്തി എന്നുള്ളത് അവർ പറയത്തില്ല. അതേപോലെ ഒരു സാഹചര്യമാണ് ജാസ്മിൻ ഇപ്പോൾ ഈ ഇസ്ലാം മത വിഭാഗത്തിന് കൊടുത്തിട്ടുള്ളത്. ഒരാൾ പോലും വായി തുറക്കാത്തടുത്ത് എല്ലാവർക്കും അറിയാം ഇത് തന്നെയാണ് ഇനി പറയാനുള്ളതെന്ന്. പുറത്ത് വരുമ്പോൾ നിങ്ങൾ കാണാം അത് എത്രത്തോളം ഡെപ്തിലാണ് ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കപ്പെട്ടതെന്ന്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അത് സോഷ്യൽ മീഡിയയിൽ വന്ന് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ ശരിക്കും പറഞ്ഞാൽ അതിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. പകരം അതിൻ്റെ ജീവിതം നശിച്ചു, ഇനി ഒന്നും ബാക്കി വെച്ചിട്ടില്ല അതിനെ. എന്നിട്ട് വീണ്ടും വീണ്ടും ഒരുമാതിരി ഡാർക്കായിട്ട് വീണ്ടും ഫോക്കസ് ചെയ്ത് അതിനെ കാണിക്കുന്നു എന്ന് ഒരു വാക്ക് അത് സൂചിപ്പിക്കുന്നതിന് പകരം അതൊരു പ്രണയമാണെന്ന് വക്രീകരിച്ച് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? പൊതുസമൂഹത്തിന് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നിങ്ങളെ ഇങ്ങനെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പ്രതിഷേധമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. താങ്ക് യു സോ മച്ച്.